ഒരു ഫ്രെയിമിലിരുന്ന് ഒരുപോലെ നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ മനുഷ്യന്മാരൊക്കെയും നമ്മൾ വിട്ടു പോവുകയാണ്. കാലം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അവരൊന്നും ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശ്രീനിവാസനും കൊച്ചിൻ ഹനീഫയും ഒടുവിൽ ഉണ്ണികൃഷ്ണനും അങ്ങനെ നീണ്ടുപോയ മമ്മുക്കോയെയും അങ്ങനെ നീണ്ടുപോയിട്ടുള്ളൊരു നിരയുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഇന്നസെൻറ്റും ഒക്കെ നിറഞ്ഞ പേരുകൾ. ആ പേരുകൾ ഓരോന്നായി ഓർത്തെടുക്കേണ്ടതില്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ കൂട്ടത്തിലേക്ക് സലീം കുമാറും പോകുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സമയവുമാകുന്നു എന്നുള്ളതാണ്. മരണമെന്നുള്ള രംഗബോധമില്ലാത്ത കോമാളി സലീം കുമാറിനെയും വളരെ നേരത്തെ തന്നെ നമ്മളിൽ നിന്നുമൊക്കെ ഈ ലോകത്തിൽ നിന്നും തട്ടിയെടുക്കുകയാണ്. അരുൺ ശങ്കറുണ്ട്. അരുൺ ടൗൺ ഹാളിലെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തെ കാണാൻ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാനായി അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്? പ്രകൃതി പോലും മഴ പെയ്തുകൊണ്ട് സലീംകുമാറിൻ്റെ യാത്രാമംഗളം ഓതുകയാണ്. കാരണം അത്രയേറെ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട ഒരു നടനായി, ഒരു മനുഷ്യനായി ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു. ഇനി ആ ഓർമ്മയാണ് കൂടെയുള്ളത്. പറവൂരിനെ അദ്ദേഹം സ്വന്തം നാടായ പറവൂരിനെ ഒരിക്കലും അദ്ദേഹം വിട്ടുപോയിരുന്നില്ല. പല സിനിമാ താരങ്ങളും അല്ലെങ്കിൽ നടന്മാരും നടിമാരും സിനിമയിൽ വന്ന് പ്രശസ്തി നേടുമ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിലേക്കും നഗരങ്ങളിലേക്ക് ചേക്കേറുന്നതാണ് കണ്ടിട്ടുള്ളത്. മദ്രാസിലേക്കും പഴയ മദ്രാസിലേക്കും അതോടൊപ്പം തന്നെ കൊച്ചിയിലേക്കും ഒക്കെ തന്നെ ആളുകൾ പറിച്ചു നടന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ സലീംകുമാർ എന്നും പറവൂരുകാരനായിരുന്നു. ചിറ്റാറ്റുകര എന്ന നാട്ടിൽ അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാ കാലത്തും അദ്ദേഹം ലാഫിംഗ് വില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ മനുഷ്യന് ഈ മണ്ണിനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം 100 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിലും അന്നെല്ലാം അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുമായിരുന്നു. കാരണം അദ്ദേഹം ഹോട്ടൽ മുറിയല്ല, തൻ്റെ വീട്ടുമുറിയാണ് അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടതായിരുന്നത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹം ഈ നാടിനെ സ്നേഹിച്ചിരുന്നു, ഈ നാട്ടുകാരെ സ്നേഹിച്ചിരുന്നു. ഒരുപക്ഷെ ഈ നാട്ടിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് പിന്നെ അഭിനയത്തിൽ മുതൽക്കൂട്ടായിട്ടുള്ളത്. അദ്ദേഹം ചിരിയെക്കുറിച്ചൊക്കെ വാചാലമായിട്ടുണ്ട്. ചിരി എന്ന് പറയുന്നത് ഒരു വെറുതെ നിർമ്മിക്കപ്പെടുന്നതല്ല. അതായത് ചിരിയെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, തമിഴ് സിനിമയിലൊക്കെ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. സലീംകുമാർ പറഞ്ഞിരുന്നത്, ചിരിയെ നമുക്കൊരിക്കലും കോപ്പി ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ തമിഴിലെ സിനിമയിൽ ഒരു IJ അഭിനയിക്കുന്ന ഒരാൾക്ക് മലയാളത്തിൽ വന്നിട്ട് ഒരു IJ അഭിനയിക്കാം, അതിന് പ്രയാസമില്ല. പക്ഷേ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു കോമഡി നമുക്ക് തമിഴിൽ നിന്ന് മലയാളത്തിലേക്കോ മലയാളത്തിൽ നിന്ന് തമിഴിലേക്കോ കോപ്പി ചെയ്യാൻ പറ്റില്ല. കാരണം തമാശ എന്ന് പറയുന്നത് ഓരോ നാടിൻ്റെ ഭാഷയായിട്ടും ആ നാടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്രത്തോളം ആഴത്തിലുള്ളതാണ് ഈ കോമഡി. അല്ലെങ്കിൽ നമ്മൾ ഈ തമാശ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു സിനിമയിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാം നിരയിലാണ് നമ്മൾ നിർത്താറുള്ളത്. അത് തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമുള്ള ഒരു നടനായിരുന്നു സലീംകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. ഒരു നടൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു നടൻ, മലയാളത്തിലൊരു പ്രമുഖ നടൻ പറഞ്ഞത്, ഞാനൊരു വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിൾ പോലെയാണ്, അതെടുത്ത് ചവിട്ടുന്നവരുടെ പ്രാവീണ്യം പോലിരിക്കും എൻ്റെ സൈക്കിളിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ആർക്കെങ്കിലും ചവിട്ടാൻ കൊടുക്കുന്ന സൈക്കിളല്ല ഞാൻ എന്നുള്ളതായിരുന്നു. കാരണം കഴിവുള്ളവർക്ക് മാത്രമാണ് ഞാൻ ആ സൈക്കിൾ ചവിട്ടാൻ കൊടുത്തത്. എന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവർക്കാണ് ഞാൻ ആ സൈക്കിൾ ചവിട്ടാൻ കൊടുത്തത്. അതുപോലെ കൃത്യമായ ബോധ്യങ്ങളുള്ള ആളാവണം ഒരു നടൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവക്ഷ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് മികച്ച കോമഡി ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചപ്പോൾ അതിനെ അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് തമാശ പറയുന്ന നടനെയും മറ്റു നടന്മാരെയും വേർതിരിക്കുന്നത്, അങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം എല്ലാവരും പറയുന്നത് ഏറ്റവും പ്രയാസം തമാശ ചെയ്യാനാണ്, കോമഡി ചെയ്യാനാണെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവരെ മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒതുക്കപ്പെടുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അതിശക്തമായി തന്നെ പറഞ്ഞു. അത്തരത്തിൽ ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു. ആ നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലെ ഡയലോഗുകളുണ്ടല്ലോ, ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. ആ ഡയലോഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തറിയുമ്പോൾ മനസ്സിലാവും. കാരണം രൂപത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്.
തന്നെ പോലൊരാൾക്ക് സിനിമയിൽ അവസരം ലഭിക്കില്ല എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ സ്വന്തം ആത്മവിശ്വാസത്തിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുകയും ഉയർന്നു വരികയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ സ്വയം പടവെട്ടി വന്ന ഒരു പോരാളിയാണ് സലീം കുമാർ. ഒരു നടൻ, ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുകയും ചെയ്ത സഹോദരൻ, ഹാസ്യ നടനിൽ നിന്നും സ്വഭാവ നടനിലേക്ക് മാറുകയും നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികൾക്ക് മുഴുവൻ അഭിമാനമാകുകയും ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സലീമേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാൻ സാധിച്ചു. ഓഫ്കോഴ്സ് ഒരുപാട് പേഴ്സണലി ഒരുമിച്ചുള്ള യാത്രകളും ഞങ്ങൾ ആ സമയത്തൊക്കെ സിനിമയിൽ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അടുത്ത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ വളരെ പ്രായം കുറവുള്ളൊരു മനുഷ്യനും കൂടെയാണല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഞാനിവിടെ മഴത്തുള്ളിക്കിലുക്കം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയിലെ വരിയാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ ഭയങ്കര കനത്ത മഴയായിരുന്നു. അപ്പോൾ അതിൽ ആ സിനിമ അവസാനിക്കുമ്പോൾ ഒരു ഡയലോഗുണ്ട്, ആത്മാവിൻ്റെ സന്തോഷമാണ് മഴ എന്ന്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ ആലോചിച്ചു പോയി വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ. റെസ്റ്റ് ഇൻ പീസ്. നവ്യ നായർ, നമ്മൾ കുറേ ചിരിക്കുന്ന കോമഡികളുണ്ട്. നമ്മളെ ഓർത്തോർത്ത് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളിൽ മഴത്തുള്ളിക്കിലുക്കമാകട്ടെ, ചതിക്കാത്ത ചന്തു ആകട്ടെ, അതിലൊക്കെ നവ്യ നായർ ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള വേഷങ്ങളും കുട്ടി ആരുടെ കൂടെ വന്നതാണ് എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട്. ഡാൻസ് പഠിപ്പിക്കുന്ന വിക്രം മാസ്റ്ററുണ്ട്. മഴത്തുള്ളിക്കിലുക്കത്തിലതുപോലെ നവ്യ പറഞ്ഞതുപോലെ ആത്മാക്കളുടെ സന്തോഷമാണ് മഴ എന്ന് അവസാനിക്കുന്ന ഒരു സിനിമയുണ്ട്. സലീം കുമാറിൻ്റെ ജീവിതവും അങ്ങനെയാകട്ടെ. അദ്ദേഹം വേദനകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്.